കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ആനിനെ കാണിച്ചുകൊണ്ടാണ്. ആൻ ഒരു മാത്സ് ജീനിയസ് ആണെന്ന് പറയാം. അവൾ എന്തിനേയും ഏതിനേയും നോക്കി കാണുന്നത് മാത്സുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം എന്നതായിരുന്നു. അതിനുവേണ്ടി കുട്ടിക്കാലം മുതലേ കഠിന പ്രയത്നം ചെയ്ത് ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫുൾ സ്കോളർഷിപ്പോട് കൂടി അവൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന ഈ ഒരു സമയത്താണ് കുട്ടിക്കാലം മുതലേ അവളുടെ സന്തത സഹചാരിയായി കൂടെയുള്ള ഹൃദ്രോഗം കയറി പണി മുടക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവൾക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറയേണ്ടി വരും എന്ന ഒരു അവസ്ഥ വരുന്നു. ഇത് വളരെ റെയർ ആയ ഒരു കേസ് ആയതുകൊണ്ടും ഇവള് വളരെ മാത്സ് ജീനിയസ് ആയി വലിയ ഫേമസ് ആയ ഒരു പെൺകുട്ടി ആയതുകൊണ്ടും അവളുടെ ഓപ്പറേഷനും അതിന്റെ മെഡിക്കൽ അപ്ഡേറ്റ്സും ഒക്കെ കവർ ചെയ്യാനായി ഒരുപാട് മീഡിയക്കാര് ആ ഹോസ്പിറ്റലിലുണ്ട്. ഒരുവിധം അവൾക്കൊരു ഡോണറിനെ തപ്പിപ്പിടിക്കാനായി അച്ഛന് കഴിയുന്നു. അങ്ങനെ അവളുടെ ഓപ്പറേഷൻ നടക്കുകയും അത് വളരെ സക്സസ് ആയിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവളുടെ ബെഡ് റെസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അവൾ വീണ്ടും പഠനത്തിന്റെയും മാത്സിന്റെയും ലോകത്തേക്ക് പോകുന്നു. ഇപ്പൊ തന്നെ ഒരു പയ്യൻ സ്കേറ്റ് ചെയ്യുന്നത് കണ്ടോ? അവന്റെ ആ സ്കേറ്റിങ്ങിന്റെ ആംഗിളും ഡിറക്ഷനും ഒക്കെ വെച്ച് തന്നെ അവൾക്ക് അവൻ അടുത്തത് സേഫായി ലാൻഡ് ചെയ്യില്ല, മറിഞ്ഞടിച്ച് വീഴുമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ അവൻ വീഴുന്നു. ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ചെറിയൊരു കാൽക്കുലേഷൻ നടത്തി അടുത്തതായി അവർക്ക് എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടെത്തിയ ഒരു തിയറി ഉണ്ട്. അവളുടെ ആ ഒരു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ 6 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. വളരെയധികം എനർജറ്റിക്കും ഹാപ്പിയുമാണ് ഇപ്പോൾ ആൻ. അങ്ങനെ അവൾ പിന്നീട് കോളേജിലേക്ക് തന്റെ സുഹൃത്തിന്റെയും അച്ഛന്റെയും കൂടെ വരുന്നു. ആ സമയം അവിടെ ഒരു നോട്ടീസ് അവൾ കാണുന്നു. ആ നോട്ടീസില് 2 പേരുടെ പടമാണുള്ളത്. ഒന്ന് ആനാണ്, രണ്ടാമത്തേത് സിയാൻ എന്ന പയ്യനുമാണ്. സിയാനും ആനിനെ പോലെ തന്നെ ഫുൾ സ്കോളർഷിപ്പോട് കൂടി ആ ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ നേടിയിരിക്കുന്ന ആളാണ്. ഇവളെ പോലെ തന്നെ അവനും ഒരു മാത്തമാറ്റിക്സ് ജീനിയസ് ആണെന്ന് പറയാം. ഇവളുടെ അറിവിനോടും കഴിവിനോടും ഈ ഒരു കോളേജില് കട്ടയ്ക്ക് നിൽക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവരുടെ ക്ലാസ് നമ്മൾ കാണുമ്പോൾ അവിടെ ഇപ്പോ ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുന്നു. ആ ടീം സിയാനെ ലാൻ എന്ന ഒരു പെൺകുട്ടി നോക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. സിയാനോട് അവൾക്കൊരു ക്രഷ് ഉണ്ട്. പക്ഷെ സിയാൻ ആകട്ടെ ക്രഷ് ഉള്ളത് നമ്മുടെ ആനിനോടാണ്. മറിച്ച് ആനിന് അങ്ങനെ ഒരു ഇഷ്ടം അവനോട് തിരിച്ചില്ല. അങ്ങനെ ഇവർ ക്ലാസ്സിലിരിക്കുന്ന ടീം പുതിയൊരു സ്റ്റുഡന്റ് അവിടേക്ക് എത്തുന്നു. ഈ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഇപ്പോൾ ക്ലാസ്സിലേക്ക് എത്തുന്ന ആൻ ആദ്യമായിട്ടാണ് ഇവിടെ വെച്ച് ഇവനെ കാണുന്നത്. പക്ഷെ അവനെ കണ്ടപാടെ ഇവനെ മുന്നേ എവിടെയോ കണ്ടു മറന്ന ഒരു ഫീൽ അവളുടെ മനസ്സിൽ തോന്നുന്നു. അവളുടെ ഹൃദയം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്ന പോലെ അവൾക്ക് ഫീൽ ആവുന്നു. ഈ പയ്യന്റെ പേര് മാക്സ് എന്നാണ്. മാക്സ് ആകട്ടെ ആകെപ്പാടെ അടിയിടിയും കൊണ്ട് വന്നിരിക്കുന്ന ഒരു കോലത്തിലാണ് അന്ന് ക്ലാസ്സിലേക്ക് എത്തിയത്. അങ്ങനെ തങ്ങളുടെ ഈ പ്രൊഫസറിനോട് ക്ലാസ് കഴിഞ്ഞ് ആൻ സംസാരിക്കാനായി പോകുന്നു. സാറ് എന്തോ പരിക്ക് പറ്റിയതിനു ശേഷം ഇങ്ങനെ വടിയും കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. അതിനെപ്പറ്റി ആൻ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാനായി ആദ്യം പ്രൊഫസർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മറുപടി പറയാതെ, നിനക്ക് ഹൃദയത്തിന്റെ ഓപ്പറേഷൻ നടന്നില്ലേ 6 മാസങ്ങൾക്ക് മുന്നേ, ആ ടീം എനിക്ക് പരിക്ക് പറ്റിയതാണെന്ന് പറയുന്ന സാർ അദ്ദേഹത്തിന്റെ ഓഫീസ് റൂമിലേക്ക് പോകുമ്പോൾ പുറകെ തന്നെ ചെല്ലുന്ന അവിടെയുള്ള ഒരു മെഡലിനെ പറ്റി ചോദിക്കുന്നു. ഇവൾ പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗ്രാജുവേറ്റ് ആണ് ഈ പ്രൊഫസർ. അവിടുത്തെ ഒരു മെഡലാണിത്. ഇത് അവിടെ എന്ത് ചെയ്തതിന് കിട്ടിയ മെഡലാണ് എന്നവൾ വളരെ ആകാംക്ഷയിൽ ചോദിക്കുന്നു. എപ്പോഴും ഇത് കാണുമ്പോൾ ഇത് ചോദിക്കണമെന്ന് അവൾ കരുതിയിട്ടുണ്ടെങ്കിലും അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അത് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാതെ നീ ഇങ്ങോട്ട് ഇങ്ങനെ വരരുത് എന്നാണ് പ്രൊഫസർ അവളോട് പറയുന്നത്. എന്തുകൊണ്ട് ഈ പ്രൊഫസർ ഇങ്ങനെ പറയുന്നു? തന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം മുന്നേ തന്നോട് കാണിച്ച യാതൊരു കാര്യവും ഈ പ്രൊഫസർ ഇപ്പോ കാണിക്കുന്നില്ലല്ലോ. മുന്നേ തന്റെ അച്ഛനെ പോലെ തന്നെ തന്റെ നല്ലൊരു ഗാർഡിയനായി നിന്ന ഒരാളാണ് ഈ പ്രൊഫസർ. തന്നെ വലിയ കാര്യമായിരുന്നു, ഇപ്പൊ നേരെ തിരിഞ്ഞിരിക്കുന്നല്ലോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും പ്രൊഫസർ പറഞ്ഞ കാര്യത്തോട് പ്രൊഫസറിനോടുള്ള മര്യാദ മൂലം അവൾ മുന്നും പിന്നും ചോദിക്കാതെ ഇനി ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് പറയുന്നു. അവൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന സമയം പ്രൊഫസറിനെ കാണാനായി വരുന്ന സിയാനെ കാണുന്നു. സിയാൻ അവളോട് കാര്യമായി സംസാരിക്കുമ്പോൾ അവളാകട്ടെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ സംസാരിച്ചു മാറാണ്. ഇതിൽ നിന്ന് തന്നെ അവന് ഇവളോടുള്ള ഇഷ്ടം ഇവൾക്ക് തിരിച്ച് അവനോടില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് നമ്മൾ കാണുന്നത് പ്രിൻസിപ്പൽ അവളെ വിളിച്ച് സംസാരിക്കുന്നതാണ്. ആനിന് നടത്തിയ ഹൃദയ ശസ്ത്രക്രിയയിൽ അവൾക്ക് ഡോണറിനെ ലഭിക്കാനായി എന്തോ ഒരു തിരിമറി അച്ഛൻ ചെയ്തു എന്ന പേരിൽ അവൾക്കെതിരെ റൂമേഴ്സ് വരുന്നുണ്ടെന്നും അതിന്റെ പേരിൽ ആ യൂണിവേഴ്സിറ്റിയിലെ അവളുടെ അഡ്മിഷൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും പറയുന്നു. അത് വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ആരോപണങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികളൊന്നും അവിടെ അങ്ങനെ എടുക്കുന്നതല്ല. അതുകൊണ്ട് അവളുടെ അഡ്മിഷൻ ഇപ്പോ തുലാസിലാണ് എന്ന കാര്യം പ്രിൻസിപ്പൽ പറയുമ്പോൾ അഡ്മിഷൻ തനിക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന ടെൻഷനേക്കാൾ ഉപരി തന്റെ അച്ഛനെതിരെ വരുന്ന ആരോപണങ്ങളിൽ അവൾ
അവൾ വളരെ അസ്വസ്ഥയാവുന്നു. അവളുടെ അച്ഛൻ എന്നാൽ അവൾക്ക് ജീവനാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ പുതിയ പയ്യനായ മാക്സിനെയാണ്. അവൻ ഈ ഒരു കോളേജിലെ ഒരു ക്ലബിലെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നു. ആ ക്ലബിന്റെ പേര് ഇൻഫറൻസ് ഗ്രൂപ്പ് എന്നാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു ക്ലബിന്റെ കാര്യങ്ങള് ഓൾ ഇൻ ഓൾ ആയി നോക്കി നടക്കുന്ന ആനിന്റെയും സിയാന്റെയും മാക്സിന്റെയും ഒക്കെ ക്ലാസ്മേറ്റ് ആയ മാക്കോ എന്ന പയ്യനെ മാക്സ് പരിചയപ്പെടാണ്. ആ പയ്യനോട് മാക്സ് ചോദിക്കുന്നതെല്ലാം തന്നെ ആനിനെ പറ്റിയാണ്. ഇതേ ടീം ആൻ ആകട്ടെ തന്നെ പറ്റിയുള്ള ഈ റൂമർ പ്രിൻസിപ്പൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ആകെ തല പുകഞ്ഞ് നടക്കുന്ന ടീം. കൂട്ടത്തിൽ അവളുടെ ഫ്രണ്ടുമുണ്ട്. ഫ്രണ്ടിനോട് എന്നാലും ആരായിരിക്കും ഇതൊക്കെ പറഞ്ഞു വരുത്തിയിരിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നടക്കാണ്. അപ്പോഴാണ് ആരും അവളെ ഫോളോ ചെയ്യുന്നതായി അവൾക്ക് തോന്നുന്നത്. അത് മറ്റാരും അല്ല, മാക്സ് ആണ്. ഓൾറെഡി ഇവൻ ക്ലാസ്സിൽ പുതിയതായി പഠിക്കാൻ വന്നപ്പോൾ തന്നെ ദേഹത്ത് മുറിപ്പാടുകളൊക്കെ വല്ലാത്ത വിയേർഡായ രീതിയിൽ വന്നതുകൊണ്ട് തന്നെ അവൾ ഇവനെ കണ്ട് കൈയോടെ പിടികൂടുന്നു. എന്തിനാ എന്റെ പുറകെ നടക്കുന്നതെന്ന് അവള് ചോദിക്കുന്ന ഈ ഗ്യാപ്പിന് അവളുടെ കൂട്ടുകാരി വാച്ച്മാനെ വിളിക്കാനായി ഓടിപ്പോകുന്നു. മാക്സ് ആകട്ടെ ആ ടീം ആനിനോട് നിനക്ക് ഇപ്പോഴല്ലേ ഹാർട്ട് സർജറി കഴിഞ്ഞത്, നിനക്കറിയാമോ നിനക്ക് വെച്ചിരിക്കുന്ന ഹൃദയം എന്റെ ഫ്രണ്ടിന്റേതാണ്, നിനക്ക് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നിന്റെ അച്ഛനാണ് അവനെ കൊന്നതെന്ന് മാക്സ് പറഞ്ഞു തീരുമ്പോഴേക്കും അത് കേൾക്കുമ്പോ വല്ലാതെ ദേഷ്യം വരുന്ന ആൻ അവന്റെ കർണക്കുറ്റിക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നു. അവൾ അവൻ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് നടക്കാനായി തുടങ്ങുമ്പോ നീ എത്ര ഇഗ്നോർ ചെയ്താലും ഇതാണ് സത്യം, നിന്റെ അച്ഛനാണ് എന്റെ സുഹൃത്തിനെ കൊന്ന് നിനക്ക് ആ ഹൃദയം തന്നതെന്ന് അവൻ ആവർത്തിക്കുമ്പോഴാണ് അവിടേക്ക് ആ കൂട്ടുകാരി വാച്ച്മാനെ വിളിച്ചോണ്ട് വരുന്നത്. പെട്ടെന്ന് മാക്സ് പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു. ആ ടീം അവൻ ഓടുമ്പോ കയ്യിലുണ്ടായിരുന്ന ഒരു ഫയൽ അറിയാതെ അവിടെ മിസ് ചെയ്താണ് പോകുന്നത്. അത് ആനിന് കിട്ടുന്നു. അത് പിന്നീട് പരിശോധിക്കുന്ന ആനിന് അതിൽ നിന്ന് ഇവളുടെ ചില മെഡിക്കൽ റിപ്പോർട്ടുകളും ഒപ്പം തന്നെ മരിച്ചു എന്ന് പറഞ്ഞ മാക്സിന്റെ ആ സുഹൃത്തിന്റെ ഡീറ്റെയിൽസും കിട്ടുന്നു. അവൾ വേഗം തന്നെ ഈ സുഹൃത്തിനെ പറ്റി കൂടുതൽ അറിയാനായി അവന്റെ സോഷ്യൽ മീഡിയ ഒക്കെ പരുതുകയാണ്. ആ ടീം മാക്സിന്റെയും ആ കൂട്ടുകാരന്റെയും ഒന്നിച്ചുള്ള കുറെ വീഡിയോസ് ഒക്കെ കാണുന്നു. അനധികൃതമായി നടന്ന ഒരു റേസിംഗിൽ പങ്കെടുത്ത ടീം ഉണ്ടായ അപകടത്തിലാണ് ആ പയ്യൻ മരിച്ചതെന്നാണ് അവന്റെ മരണത്തെ പറ്റി ഓൺലൈനായി അന്വേഷിക്കുന്നവൾക്ക് കിട്ടുന്ന റിപ്പോർട്ട്സ്. അന്നൊരു ഡാൻസ് പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ പങ്കെടുക്കാനായി ആൻ പോകുന്ന ടീം അവിടെ ഓൾറെഡി സിയാനും ലാനും ഡാൻസ് ചെയ്യുകയായിരുന്നു. ആനിനെ കണ്ടപാടെ സിയാൻ ലാനിനെ വിട്ട് അവളുടെ കൂടെ ഡാൻസ് ചെയ്യാനായി വരുന്നു. ഇതൊക്കെ ലാനിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഇവൾക്ക് ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവളെ സേഫായി വന്നത് പോലും ലാനിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഭാവമാണ്. അതുകൊണ്ട് തന്നെ ഇവളെ ജീവനോടെ കൊണ്ടുവരാനായി അച്ഛൻ എന്തൊക്കെയോ ഗുലുമാലുകൾ ഒപ്പിച്ചു എന്നത് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഹോസ്പിറ്റലിലെ ചില CCTV വിഷ്വൽസ് ലാൻ അവിടെ പ്ലേ ചെയ്യുന്നു. ഇതെല്ലാം കാണുമ്പോ ആനിന് ഒരുപക്ഷെ മാക്സ് പറഞ്ഞതുപോലെ തന്റെ അച്ഛൻ തന്റെ ഹൃദയം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഒരാളെ കൊന്നതായിരിക്കുമോ എന്ന ഡൗട്ട് വരുന്നു. എന്തായാലും അവൾ അതിനെപ്പറ്റി അച്ഛനോട് ചോദിക്കുമ്പോ അച്ഛന് താൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്ന ഉത്തരമാണ് പറയാനുള്ളത്. 1 മാസത്തെ സമയമാണ് ആനിന്റെ ഓപ്പറേഷൻ നടത്താനും ഡോണറിനെ കണ്ടുപിടിക്കാനുമായി തനിക്ക് ഡോക്ടർ തന്നിരുന്നത്. ആ ടീം ഒരു ഹോസ്പിറ്റലിന്റെ പേരും അവിടെ ഒരു ഡോണർ അവൈലബിൾ ആയിരിക്കും എന്നും പറഞ്ഞ് തനിക്ക് ഒരു കത്ത് വന്നിരുന്നു. ആരാണ് ആ കത്ത് അയച്ചതെന്ന് അറിയില്ല. എന്തായാലും ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ആ ഹോസ്പിറ്റലിൽ ഇവൾക്ക് ഓപ്പറേഷൻ നടത്താൻ സാധിച്ചതെന്ന് അച്ഛൻ പറയുന്നു. അപ്പോ എക്സ്റ്റേണലായി ആരോ തന്റെ അച്ഛനെ തന്റെ ഓപ്പറേഷൻ നടത്താനായി തനിക്കൊരു ഡോണറിനെ കണ്ടുപിടിക്കാനായി സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെ ആനിന് മനസ്സിലാവും. പക്ഷെ അത് ആരായിരിക്കുമെന്ന് യാതൊരു പിടുത്തമില്ലാത്തത് കൊണ്ട് അവൾക്കും അത് അറിയാനുള്ള വലിയൊരു ക്യൂരിയോസിറ്റി വരുന്നു. മാക്സ് ആകട്ടെ പിന്നെയും ആനിന്റെ അച്ഛനെ തന്നെയാണ് അവന്റെ സുഹൃത്തിന്റെ മരണത്തിന്റെ കുറ്റക്കാരനായി പറയുന്നത്. കാരണം ആനിന്റെ ഓപ്പറേഷൻ നടക്കേണ്ട ആ ദിവസം തന്നെ അവന്റെ സുഹൃത്ത് മരിച്ചു. രണ്ടുപേരും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. രണ്ടുപേരും ഒരേ ഹോസ്പിറ്റലില്, ഒരാൾ ആക്സിഡന്റിനെ തുടർന്നും ഒരാൾ ഓപ്പറേഷന് വേണ്ടിയും അഡ്മിറ്റ് ആയി. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഒരു കോയിൻസിഡൻസ് ആയി തോന്നുന്നില്ല എന്ന് മാക്സ് പറയുമ്പോ എന്തുകൊണ്ട് അത് കോയിൻസിഡൻസ് ആയി കൂടാ എന്ന ചോദ്യമായിരുന്നു ആൻ തിരിച്ചു ചോദിച്ചത്. അടുത്ത ദിവസം കാണുന്ന ടീം ഇവർക്കിടയിൽ ഈ ഒരു കാര്യത്തെ പറ്റി തർക്കം നടക്കുന്നുണ്ട്. ഓൾറെഡി ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ആനിന്റെ അഡ്മിഷൻ പെൻഡിംഗ് ആയിരിക്കുകയാണ് എന്ന കാര്യം അതേ യൂണിവേഴ്സിറ്റിയിൽ സ്പോൺസർഷിപ്പോട് കൂടി അഡ്മിഷൻ നേടിയ സിയാങ്ങിന് അറിയാമല്ലോ. അവൻ ചില ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അത് മാക്സിനെ കാണിക്കുന്നു. നിന്റെ സുഹൃത്ത് മരിച്ചത് ഒരു ഇല്ലീഗൽ റേസിംഗിൽ പങ്കെടുക്കുന്ന ടീമാണല്ലോ. അവൻ അതിന്റെ തലേ ദിവസവും ഇതേപോലെ ഒരു റേസിൽ പങ്കെടുത്തു. റേസ് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് റേസിൽ പങ്കെടുത്തതിന്റെ പേരിൽ അവനെ പോലീസുകാര് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും തല്ലി ചതക്കുകയും ചെയ്തു. അതിനുശേഷം അവര് വിട്ടുകഴിഞ്ഞാണ് അവൻ ആ മരണം നടന്ന ദിവസത്തെ റേസിൽ പങ്കെടുത്തത്. ഓൾറെഡി അടിയൊക്കെ കൊണ്ട് ഉറക്കമില്ലാതെ വളരെ ക്ഷീണിച്ചായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നെ അലക്ഷ്യമായി വണ്ടി ഓടിച്ച് നടന്ന ഒരു ആക്സിഡന്റ് തന്നെയാണ്, അല്ലാതെ അതിലാർക്കും പങ്കില്ല. അവൻ ഇത്രയും സ്പീഡില് ഇന്ന ഡയറക്ഷനിലാണ് വന്നത്. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ആക്സിഡന്റ് നടക്കാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ മാക്സ് വെച്ച് വളരെ ഡീറ്റെയിൽ ആയി ആ ഒരു അപകടത്തെ പറ്റി കളക്ട് ചെയ്ത ഇൻഫർമേഷൻ വെച്ച് താൻ പറയുന്നു എന്ന് പറഞ്ഞ് സിയാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അത് കേൾക്കുമ്പോ ആൻ അന്തം വിടുന്നുണ്ട്. ഇവൻ തന്നെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെ പറയുന്നു? ഇനി ഒരു പക്ഷേ ഇവൻ ഇത്രയും ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇവൻ ആയിരിക്കുമോ അന്ന് ആക്സിഡന്റ് ഉണ്ടാക്കി കൂട്ടുകാരനെ കൊന്നു കളഞ്ഞത്? തന്റെ ഹൃദയം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തന്റെ അച്ഛനെ ഇവൻ സഹായിച്ചതാണോ എന്നിങ്ങനെ സിയാനെ പറ്റി പല ഡൗട്ടുകളും ആനിന് വരുന്നു. സിയാനിൽ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ അവൾ അന്ന് സിയാനെ
ഒന്നിച്ച് ഫുഡ് കഴിക്കാനായി ക്ഷണിക്കുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവനെ ഡൈവേർട്ട് ചെയ്ത ശേഷം അവൻ അറിയാതെ അവൻ കുടിച്ചു വെച്ച ഗ്ലാസ്സിൽ നിന്ന് അവന്റെ ഫിംഗർ പ്രിന്റ് അവൾ കളക്ട് ചെയ്യുന്നു. അന്ന് വൈകിട്ടാകട്ടെ മാക്സ് പുറത്തുള്ള ടീം അവനെ ഒരു മുഖമൂടിധാരി ആക്രമിക്കാനായി എത്തുന്നു. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന അവൻ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു കത്തി കൊണ്ട് അക്രമിയുടെ കവിളിൽ ഒരു പോറലിടാനും മറന്നിട്ടുണ്ടായിരുന്നില്ല. തന്നെ ആക്രമിച്ചത് ആനിന്റെ അച്ഛനായിരിക്കാം. അയാൾ ചെയ്ത കള്ളങ്ങൾ, തന്റെ കൂട്ടുകാരന്റെ മരണത്തിൽ അയാൾക്കുള്ള പങ്ക്, ഇതൊക്കെ താൻ പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നതിന് അയാൾ തന്നെ വകവരുത്താൻ ശ്രമിക്കുന്നതായിരിക്കാം എന്നുള്ള ദേഷ്യത്തിൽ നേരെ ആനിന്റെ വീട്ടിലേക്ക് പോകുന്ന മാക്സ് ആനിന്റെ അച്ഛനെ കാണുകയും അദ്ദേഹത്തിന്റെ കവിളിൽ പക്ഷെ ഇവൻ പോറിയാ പാടില്ല എന്ന് കാണുകയും ചെയ്യുന്നു. അപ്പോ ഇദ്ദേഹം അല്ല എന്ന് അവന് തോന്നുന്നു. അദ്ദേഹമായിട്ട് ആനിന്റെ സുഹൃത്തായ മാക്സിനെ അവളുടെ ക്ലാസ്മേറ്റ് എന്ന രീതിയിൽ വളരെ കാര്യമായി സംസാരിച്ച് പരിചയപ്പെടുന്നു. ഒന്നിച്ച് ഫുഡ് കഴിക്കാനൊക്കെ ക്ഷണിക്കുന്നുണ്ട്. ആ ടീം ഇവന്റെ കയ്യിൽ ഒരു കുഞ്ഞു കത്തി കാണുമ്പോ ആൻ എന്തിനാ ഈ കത്തിയായിട്ട് വന്നേന്ന് ഒരുമാതിരി പേടിയോടെ ചോദിക്കുന്നു. കാരണം ഇവന്റെ മനസ്സിലിരിപ്പുകൾ അവൾക്ക് അറിയാമല്ലോ. പക്ഷെ ഞാൻ ആരെ ഉപദ്രവിക്കാൻ കൊണ്ടുവന്നതല്ല, ഇത് ഞാൻ ആപ്പിളൊക്കെ കട്ട് ചെയ്യാനായിട്ട് കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു കത്തിയാണെന്ന് അവൻ പറയുന്നു. അതേസമയം ആനിന്റെ അച്ഛനോട് സംസാരിക്കുന്നതിൽ നിന്ന് അദ്ദേഹമല്ല തന്റെ സുഹൃത്തിന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണക്കാരൻ, അദ്ദേഹം വളരെ നിഷ്കളങ്കനായ ഒരാളാണെന്ന് അവന് മനസ്സിലാവുകയാണ്. അങ്ങനെ സംസാരിച്ച പോകാനായി പുറത്തേക്ക് ഇറങ്ങുന്ന ആനും മാക്സും തമ്മിൽ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും ഇപ്പോ ഇല്ല. മാക്സ് അവന്റെ സുഹൃത്തിന്റെ മരണത്തിന്റെ കാരണക്കാരനെ അന്വേഷിക്കുകയാണെങ്കിൽ ആൻ ആകട്ടെ മാക്സ് പറയുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങനെ ഒരൊന്നും സംസാരിക്കുന്ന ടീം മാക്സ് അവന്റെ സുഹൃത്തിനെ പറ്റിയുള്ള ഓർമ്മകൾ ഷെയർ ചെയ്യുമ്പോൾ ആൻ അവളുടെ ലൈഫിനെ പറ്റി പറയുന്നു. അവളുടെ കുട്ടിക്കാലത്തെ അമ്മ മരിച്ചതാണ്, അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അച്ഛൻ ഒറ്റയ്ക്ക് അവളെ വളർത്തിയത് എന്ന കാര്യങ്ങൾ അവൾ സംസാരിച്ച് ഇമോഷണൽ ആകുമ്പോൾ മാക്സ് ആണ് അവളെ ആശ്വസിപ്പിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവിടെ ഒന്നിച്ച് സംസാരിച്ച് നിൽക്കുന്നതൊക്കെ അതുവഴി വരുന്ന സിയാൻ കാണുന്നു. സിയാൻ ഇത് കണ്ട് നല്ല കലി വരികയാണ്. അവൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ടീം അവന്റെ വീടിന്റെ മുന്നിൽ അവനെ കാത്ത് ലാൻ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അവളോട് മേലാൽ എന്നെ കാണാനായി വന്നേക്കരുത്, എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് ദേഷ്യപ്പെട്ടാണ് അവൻ പോകുന്നത്. താൻ ഇത്രയും പുറകെ നടന്നിട്ട് പോലും തന്നെ ഇത്രയധികം അവോയ്ഡ് ചെയ്യുന്ന അവനോട് അത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. അവള് സങ്കടം വന്ന് പൊട്ടിക്കരയുന്നു. അങ്ങനെ മാക്സിനോട് ആൻ അവളുടെ ഉള്ളിൽ സിയാനാണോ മാക്സിന്റെ സുഹൃത്തിന്റെ മരണത്തിന് കാരണക്കാരൻ എന്നൊരു ഡൗട്ട് തനിക്കുണ്ട് എന്ന കാര്യം വെളിപ്പെടുത്തുന്നു. അത് പ്രകാരം മാക്സും ആനും ഒപ്പം മാക്കോയും കൂടി ചേർന്ന് ഇവരുടെ പഠന സ്ഥലത്ത് സിയാൻ നേതൃത്വം കൊടുക്കുന്ന റീബോൺ ക്ലബ് എന്ന ക്ലബിന്റെ റൂമിലേക്ക് ചെല്ലുന്നു. പുറത്ത് മാക്കോയെ നിർത്തി അകത്ത് ഇവർ രണ്ടുപേരും പരിശോധന നടത്തുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു സീക്രട്ട് റൂം ആൻ കണ്ടുപിടിക്കുകയും അവൾ അത് തുറക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വീണ്ടും ഒരു രഹസ്യ മുറിയുണ്ട്. പക്ഷെ അത് ലോക്കിട്ട് വെച്ചിരിക്കുകയാണ്. കടക്കാനായി ആദ്യം വളരെ ഡിഫിക്കൽട്ട് ആയ ഒരു മാത്സ് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഉത്തരം ആൻ കണ്ടുപിടിച്ച് ആ ഒരു ലോക്ക് അടിച്ച് അകത്ത് കയറുമ്പോൾ അവിടെ ഒരുപാട് സിസ്റ്റം ഇരിപ്പുണ്ട്. അതിലെ മെയിൻ സിസ്റ്റം അൺലോക്ക് ചെയ്യാനായി സിയാന്റെ ഫിംഗർ പ്രിന്റ് വേണം. ഓൾറെഡി അവന്റെ ഫിംഗർ പ്രിന്റ് ആൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവൾ ഈസിയായി അതുപയോഗിച്ച് സിസ്റ്റം അൺലോക്ക് ചെയ്യുന്നു. അതിനുശേഷം പരിശോധിക്കുമ്പോൾ അതിൽ മാക്സിന്റെ സുഹൃത്തിന്റെ ഡീറ്റെയിൽസ് കാണുന്നു. ഇത് കണ്ട് സിയാനെ സംശയിച്ചു തന്നെയാണ് ഇവിടേക്ക് ഇവർ വന്നതെങ്കിലും വല്ലാണ്ട് ഷോക്കാവുന്നു. പക്ഷെ അപ്പോഴേക്കും പുറത്തുണ്ടായിരുന്ന മാക്കോ സിയാൻ തിരിച്ചു വരുന്നു എന്ന മെസ്സേജ് ഇവർക്ക് അയച്ചതിനെ തുടർന്ന് ഇവർ വേഗം ആ ഡീറ്റെയിൽസ് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. പക്ഷെ ഇങ്ങോട്ടേക്ക് എത്തുന്ന സിയാന് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റാരും അല്ല, ആനും അവളുടെ കൂടെ ഉണ്ടായിരുന്ന മാക്സും ആണെന്ന് മനസ്സിലാവുന്നു. ഒപ്പം മാക്കോയും സഹായിച്ചു എന്ന കാര്യം അറിയുന്ന അവൻ അടുത്ത ദിവസം തന്നെ ഇവർക്കിട്ട് ഓരോ പണി കൊടുക്കാനായി ഇവരൊക്കെ ഒന്നിച്ച് മെമ്പേഴ്സ് ആയിരുന്ന മാക്കോ നേതൃത്വം നൽകിയിരുന്ന ഇൻഫ്ലുവൻസ് ഗ്രൂപ്പ് എന്ന ആ ക്ലബ്ബ് പൂട്ടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇവൻ വലിയ പഠിപ്പിയും പഠിക്കുന്ന സ്ഥാപനത്തിൽ നല്ല പേരുള്ള പയ്യനുമായതുകൊണ്ട് ഇൻഫ്ലുവൻസ് ഗ്രൂപ്പ് എന്ന ക്ലബ്ബ് മോശമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം ഇവൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരും അത് പൂട്ടിക്കാൻ തയ്യാറായിരുന്നു. ഇതേ ടീം താൻ കണ്ടെത്തിയ കാര്യങ്ങൾ സിയാനുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന പ്രൊഫസറിന്റെ അടുത്തേക്ക് ആൻ കൊണ്ടുപോകുന്നു. ഈ പ്രൊഫസർ ആകട്ടെ ഇവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവള് വന്ന ശേഷം ഇവളോട് തീരെ താല്പര്യമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. ഇപ്പോൾ ഇവൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്തൊക്കെയായാലും സിയാൻ നിന്റെ ജീവൻ രക്ഷിക്കുകയല്ലേ ചെയ്തത്, അതുകൊണ്ട് നീ അതിൽ കൂടുതൽ തല പൊക്കിക്കണ്ട, നീ ആ യൂണിവേഴ്സിറ്റിയിൽ എത്രയും പെട്ടെന്ന് ചേരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കണമെന്ന് മാത്രം പറയുന്നു. നിനക്ക് കിട്ടിയ വലിയൊരു ചാൻസ് അത്, ഒത്തിരി പേർ ആഗ്രഹിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും കിട്ടാതെ പോകുന്ന ഒരു കാര്യം അത്, അതുകൊണ്ട് മിസ്സാക്കരുതെന്ന് പറഞ്ഞ പ്രൊഫസർ പോകുമ്പോ ഇവൾക്ക് വലിയ ഡൗട്ടുകൾ. ഇവളങ്ങനെ മാക്സിന്റെ കൂടെ വീണ്ടും അതിനെപ്പറ്റി അന്വേഷിക്കുന്നു. മാക്സിന്റെ സുഹൃത്തിന് ഒരു ആക്സിഡന്റ് നടന്നിരുന്നല്ലോ, ആ ആക്സിഡന്റ് റീക്രിയേറ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. ഓൾറെഡി ഇവൾ ഒരാൾ സ്കേറ്റിംഗ് ചെയ്ത് വീഴുമ്പോൾ പോലും അയാൾ സ്കേറ്റ് ചെയ്ത് വന്ന ഡയറക്ഷനും സ്പീഡും കാര്യങ്ങളും ഒക്കെ കൊണ്ട് അയാൾ ഏത് ആംഗിളിൽ എവിടേക്കായിരിക്കും വീഴുക, വീണാൽ എത്രത്തോളം പരുക്ക് പറ്റാൻ ചാൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്ന കഴിവുള്ള പെൺകുട്ടിയല്ല. അതുകൊണ്ട് തന്നെ അവൾ ആ റീക്രിയേഷനിലൂടെ ചില കാര്യങ്ങൾ കണ്ടെത്തുന്നു. മാക്സിന്റെ സുഹൃത്തിന് ബ്രെയിൻ ഡെത്ത് നടന്നു എന്നതാണുള്ളത്. പക്ഷെ ആ രീതിയിൽ അവൻ ആക്സിഡന്റ് പറ്റി ബ്രെയിൻ ഡെത്ത് നടക്കാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല. കൂടാതെ അന്ന് യഥാർത്ഥത്തിൽ മാക്സിന്റെ സുഹൃത്തായിരുന്നില്ല റേസിൽ പങ്കെടുത്തത്, അത് മറ്റൊരാളായിരുന്നു എന്നെല്ലാം
ഇവൾ ഗസ് ചെയ്യുന്നു. റേസിൽ പങ്കെടുക്കുന്നത് ആരാണെന്ന് റേസ് ചെയ്യുന്ന ടീം ഹെൽമറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് വ്യക്തമായി മൂന്നാമതൊരാൾക്ക് കണ്ട് മനസ്സിലാക്കാനും സാധ്യമല്ല. അതുകൊണ്ട് അവിടെ ആൾമാറാട്ടം നടന്നിരിക്കാം. അതിനു മുന്നേ തന്നെ മാക്സിന്റെ സുഹൃത്തിനെ തന്റെ ഓപ്പറേഷന് വേണ്ടി ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾ കൊന്നിരിക്കാം എന്നെല്ലാം അവൾ കണക്കാക്കുന്നു. അവൾക്ക് പെട്ടെന്ന് പ്രൊഫസറിന്റെ കൈക്കും കാലിനും പരിക്കുണ്ടായിരുന്നതാണ് ഓർമ്മ വരുന്നത്. ചോദിച്ചപ്പോ തന്റെ ഓപ്പറേഷൻ സമയത്ത് ഒരു അപകടം സംഭവിച്ചതായിരുന്നു എന്ന് വ്യക്തമായ ഒരു ഉത്തരം തരാതെ പ്രൊഫസർ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നല്ലോ. അവൾ അങ്ങനെ പ്രൊഫസറിനെ പറ്റി അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേറ്റ് ആണ് എന്ന അഭിമാനത്തിൽ മെഡൽ കൊണ്ടു നടന്ന് തന്നെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനായി ഏറ്റവും അധികം സഹായിക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്ത ആ പ്രൊഫസർ ആ യൂണിവേഴ്സിറ്റിയിലെ യഥാർത്ഥ ഒരു ഗ്രാജുവേറ്റ് അല്ല. അദ്ദേഹം അവിടുത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ വ്യാജമായി ഉണ്ടാക്കിയ അവിടുത്തെ ഗ്രാജുവേറ്റ് എന്ന ലേബലിൽ നടന്ന ഒരു തട്ടിപ്പുകാരനാണെന്ന്. അത് ആദ്യം അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അവൾക്ക് വലിയ സങ്കടം വന്നു. കാരണം അവൾ ഇത്രയും നാള് റിയാലിറ്റി എന്ന് കരുതിയത് ഫേക്ക് ആണെന്ന് അറിഞ്ഞപ്പോ അവൾ ആകെപ്പാടെ ഷോക്കായി പോയി. പിന്നീട് നമ്മൾ കാണുന്നത് മറ്റു സ്റ്റുഡൻസിന്റെ മുന്നിൽ ഒരു തിയറി സിയാൻ അവതരിപ്പിക്കുന്നതാണ്. മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്കൊന്നും യാതൊരു ലിമിറ്റും ഇല്ല. പക്ഷെ ചില ട്രിഗർ ഇട്ടുകൊടുത്ത് ആ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളെ ഏത് ഡിറക്ഷനിലേക്ക് ഡൈവേർട്ട് ചെയ്യണമെന്നത് മറ്റൊരാൾക്ക് തീർച്ചയായും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് അവൻ അതിൽ പറയുന്നു. ഇത് കേൾക്കുന്ന അവൾ ആകെപ്പാടെ ഡൗട്ടായി വേഗം തന്നെ പോലീസ് കസ്റ്റഡിയിലെ ജയിലിൽ കഴിയുന്ന പ്രൊഫസറിനെ കാണാനായി പോകുന്നു. ആ ടീം ഈ ഒരു മരണത്തിൽ പ്രൊഫസർക്ക് ഏത് രീതിയിലാണ് പങ്ക്, സിയാൻ എങ്ങനെയാണ് ഇതിൽ ഇൻവോൾവ് ആയത് എന്ന കാര്യങ്ങളൊക്കെ അവൾ പ്രൊഫസറിനോട് ചോദിക്കുമ്പോൾ ആദ്യം അദ്ദേഹം മറുപടി പറയുന്നില്ലെങ്കിലും പിന്നീട് പറയുന്നു. പ്രൊഫസർക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കഴിയാഞ്ഞതിന്റെ വലിയൊരു നിരാശ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയാഞ്ഞ കാര്യങ്ങൾ, നമുക്ക് നേടാൻ കഴിയാഞ്ഞ കാര്യങ്ങൾ, നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നേടിയെടുക്കുന്നതും ചെയ്യുന്നതും കാണുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ അത് ചെയ്ത് നേടിയ ഒരു സന്തോഷമല്ലേ. അതുപോലെ പ്രൊഫസർ സ്വന്തം മകളേക്കാൾ കാര്യത്തിൽ കണ്ടുകൊണ്ടിരുന്ന ആനിന് അദ്ദേഹത്തിന് കഴിയാഞ്ഞതുപോലെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ ഒരു അവസരം കിട്ടുന്നു. പക്ഷെ അവളുടെ ഈ ഹൃദ്രോഗം, ഒരു ഡോണറിനെ കിട്ടാത്തത്, ഇതെല്ലാം ആ ഒരു അഡ്മിഷൻ തട്ടിത്തെറിപ്പിക്കുന്നു എന്ന കാര്യം വരുമ്പോ പ്രൊഫസർ അതിൽ ഭ്രാന്ത് പിടിച്ച് നടക്കായിരുന്നു. അത് മനസ്സിലാക്കുന്ന സിയാൻ ഒരു കാര്യം ചെയ്യുന്നു. അവളുടെ ബ്ലഡ് ഗ്രൂപ്പുമായി മാച്ച് ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ് എടുക്കുന്നു. അതിൽ പറ്റിയ ഒരാളെ സെലക്ട് ചെയ്യുന്നു. അത് മാക്സിന്റെ സുഹൃത്തായിരുന്നു. തുടർന്ന് ഈ പ്രൊഫസറുമായി ചെസ് കളിക്കാൻ പതിവായി അദ്ദേഹത്തിന്റെ റൂമിൽ എത്താറുണ്ടായിരുന്ന സിയാൻ നൈസായി അവന്റെ ലാപ്ടോപ്പ് അവിടെ മറന്നു വെച്ചതുപോലെ പോകുന്നു. ആ ലാപ്ടോപ്പ് കാണുന്ന പ്രൊഫസർ അതിൽ ഈ മാക്സിന്റെ സുഹൃത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കമുള്ള മെഡിക്കൽ റിപ്പോർട്ട്സ് കാണുന്നു. സിയാന് ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രൊഫസർ അദ്ദേഹത്തിന്റെ ആ ഒരു ലക്ഷ്യം തനിക്ക് കഴിയാഞ്ഞത് നേടിയെടുക്കണമെന്ന ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാനായി സുഹൃത്തിനെ അപായപ്പെടുത്തി അവൾക്ക് ഹൃദയം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുന്ന ആനും രക്ഷപ്പെടും. ഒപ്പം തന്നെ അവൻ കണ്ടെത്തിക്കൊണ്ടിരുന്ന, അവൻ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ തിയറിക്ക് ഒരു ഹ്യൂമൻ എക്സാമ്പിളും ആകും. പൊതുവെ ലാബില് എലികളെ വെച്ചൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് പോലെ ഇവൻ പുതിയൊരു തിയറി മനുഷ്യന്റെ ലൈഫില്, മനുഷ്യന്റെ ഇമോഷൻസിനെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യുകയായിരുന്നു ഇതിലൂടെ. അവൾ ഈ ഞെട്ടിക്കുന്ന വിവരം അറിഞ്ഞ് നേരെ സിയാനെ ചെന്ന് കാണുന്നു. അവൻ ഒരു കൂസലുമില്ലാതെ ഇതവന്റെ എക്സ്പെരിമെന്റിന്റെ ഒരു ഭാഗമാണെന്നും രണ്ടാമത്തെ എക്സ്പെരിമെന്റ് അവൻ മാക്സിലാണ് ചെയ്യുന്നതെന്നും പറയുന്നു. മാക്സിന്റെ ഇമോഷൻസിനെ അവൻ കൺട്രോൾ ചെയ്ത് മാക്സിനെ മരണത്തിലേക്ക് ഒരു നാച്ചുറൽ ആയ രീതിയിൽ എങ്ങനെ തള്ളിവിടാൻ കഴിയുമെന്നതാണ് അവന്റെ എക്സ്പെരിമെന്റ് എന്ന് മനസ്സിലാക്കുന്ന ആൻ വളരെ വെപ്രാളത്തിൽ മാക്സിനെ അന്വേഷിക്കുന്നു. മാക്സ് ആകട്ടെ സിയാൻ ഒരു ചലഞ്ച് വെച്ചത് പ്രകാരം ഒരു റേസിന് പോയിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. ഈ ചലഞ്ച് അവന്റെ എക്സ്പെരിമെന്റിന് വേണ്ടിയുള്ള ഒരു ട്രാപ്പ് ആണെന്ന് മനസ്സിലാക്കുന്ന ആൻ ആ ഒരു റേസിന്റെ റൂട്ട് പരിശോധിക്കുന്നു. ആ ടീം ഒരു കുത്തനെയുള്ള ഇറക്കമിറങ്ങി ഒരു ടണലിന്റെ അറ്റത്ത് അവൻ എത്തുന്ന ടീം അവിടെ എപ്പോഴും ട്രക്കുകൾ പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ ടീം ഇവനെ ഇമോഷണലി ബ്രേക്ക് ആക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അവനിലേക്ക് എത്തിച്ച് അവനെ ആക്സിഡന്റിൽ പെടുത്താനായിട്ടാണ് സിയാന്റെ പ്ലാൻ എന്ന് മനസ്സിലാക്കുന്ന ആൻ ഒട്ടും സമയം കളയാതെ അവിടേക്ക് ചെല്ലുകയും അവിടെ ആ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നതിൽ നിന്ന് മാക്സിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. വളരെ സന്തോഷത്തിൽ അവൾ മാക്സിനെ ആ ടീം കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ മനുഷ്യരുടെ ദേഷ്യത്തെയും സങ്കടത്തെയും സിയാൻ ഇതുപോലെ മറ്റ് എക്സ്റ്റേണൽ ആയ ഫാക്ടേഴ്സിലൂടെ കൺട്രോൾ ചെയ്താലും ഒരാൾക്ക് ഒരാളോട് തോന്നുന്ന ഇഷ്ടത്തെ അവൻ ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെന്ന് ആൻ ഓർക്കുന്നു. ഇതേ ടീം മാക്സ് മരിക്കുന്നത് കണ്ട് തന്റെ എക്സ്പെരിമെന്റിന്റെ രണ്ടാം ഘട്ടവും സക്സസ് ആണ് എന്ന് വിധി എഴുതാനായി അവിടെ കാത്തു നിന്നിരുന്ന സിയാൻ ആകട്ടെ ആകെ നിരാശനാവുന്നു. അവന്റെ എക്സ്പെരിമെന്റ് ഫെയിൽ ആയതായി തോന്നുന്ന അവൻ ഒരു ഭ്രാന്തനെ പോലെ അവിടെ കിടന്ന് ആക്രോശിക്കുന്നു. ഇവിടെ മാക്സ് മരിച്ചിരുന്നെങ്കിൽ അവന് രണ്ടുണ്ടായിരുന്നു നേട്ടങ്ങൾ. ഒന്ന്, മാക്സ് മരിക്കുന്നതിലൂടെ ആൻ അവനോടുള്ള താല്പര്യം മനസ്സിലാക്കുന്ന സിയാന് ഒരു എതിരാളി ഇല്ലാതാവും. രണ്ടാമത്തേത്, അവന്റെ എക്സ്പെരിമെന്റിന് ഈ ഒരു കാര്യം വളരെ അത്യാവശ്യവുമായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ മാക്സിനെയും ആനിനെയും കാണുമ്പോൾ മാക്സിനെ അവൾ ആശ്വസിപ്പിക്കുകയാണ്. നിന്റെ സുഹൃത്ത് നിന്നെ വിട്ട് എവിടെയും പോയില്ല, ദേ നോക്ക് അവന്റെ ഹൃദയമാണ് എന്നിൽ മിടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോഴെല്ലാം നീ അവന്റെ പ്രസൻസും ഫീൽ ചെയ്യുമെന്ന് ആൻ മാക്സിനോട് പറയുന്നു. അങ്ങനെ പിന്നീട് ചെയ്ത തെറ്റുകൾക്ക് സിയാനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ആനിന്റെ അച്ഛൻ യാതൊരുവിധ പ്രശ്നങ്ങളിലൂടെയുമല്ല അവളുടെ ഹൃദയ ശസ്ത്രക്രിയക്ക് ഡോണറിനെ കണ്ടെത്തിയത് അത് അച്ഛൻ നടത്തിയ ഒരു കൊലപാതകത്തിന്റേതൊന്നുമല്ല എന്ന്
തെളിഞ്ഞതോടുകൂടി അവൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകാനുള്ള എല്ലാ തടസ്സങ്ങളും മാറുന്നു. ഈ ടീം ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന മാക്കോ ഇതിനെപ്പറ്റി ഒരു കഥ എഴുതുന്നു. അത് വലിയ ഫേമസ് ആവുകയാണ്. അങ്ങനെ അവനോട് ആരാധന തോന്നുന്ന ലാൻ അവനുമായി റിലേഷനിലാവുന്നു. ലാൻ ആദ്യം സിയാന്റെ പുറകിനായിരുന്നെങ്കിലും ആ ടീം മാക്കോയ്ക്ക് ലാനിനോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. സിയാൻ ടോട്ടലി അവോയ്ഡ് ചെയ്തത് കൊണ്ട് ലാൻ ഇപ്പോതെ മാക്കോയുടെ ഗേൾ ഫ്രണ്ട് ആയി മാറിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ മാക്കോയെ ഇന്റർവ്യൂ ചെയ്യാനായി വരുന്ന ഒരു റിപ്പോർട്ടർ ആ ബുക്കിന്റെ ഒരു ട്വിസ്റ്റിനെ പറ്റി ചോദിക്കുന്നു. ഇതിൽ ആനിനോടുള്ള സ്നേഹത്തെ പറ്റി പ്രൊഫസർ പറയുന്നുണ്ടല്ലോ. അവൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, ഒപ്പം സിയാനും അവൾക്ക് വേണ്ടി ഒരു ഡോണറിനെ കണ്ടെത്തിയ കാര്യങ്ങൾ, രണ്ടുപേരും അവളോടുള്ള ഒരു ഇഷ്ടത്തിന്റെ പേരിലാണ് ഇത് ചെയ്തത്. പക്ഷെ നേരെ തിരിച്ചായിക്കൂടെ. കുട്ടിക്കാലത്തെ അവൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടു. അമ്മയ്ക്കും ഹൃദ്രോഗം ഉണ്ടായിരുന്നു. അമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പിൽ ജനിച്ച ഇവൾക്കും പാരമ്പര്യമായി ആ ഒരു ഹൃദ്രോഗം കുട്ടിക്കാലം മുതലേ ഉണ്ട്. അതിവൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതിന്റെ എല്ലാ കടമ്പകളും പാസ്സായിരിക്കുന്ന സമയം മൂർച്ഛിക്കുകയും ഓപ്പറേഷൻ അനിവാര്യമാവുകയും ചെയ്യുന്നു. ഓൾറെഡി ജീനിയസ് ആയ അവൾക്ക് തന്റെ ലൈഫിന്റെ ഒരു ഘട്ടം എത്തുമ്പോൾ ഇത് വളരെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണെന്ന് അറിഞ്ഞ് അവൾ ഓൾറെഡി ആ യൂണിവേഴ്സിറ്റിയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി ഇവിടെ പ്രൊഫസറായി മാറിയിരിക്കുന്ന തന്നോട് മകളോടുള്ള വലിയ വാത്സല്യം കാണിക്കുന്ന ആ പ്രൊഫസറിനെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് തനിക്ക് വേണ്ടി എന്തും ചെയ്യിക്കുന്ന ലെവലിലേക്ക് എത്തിക്കുന്നു. ഒപ്പം തന്നെ തന്നോട് ക്രഷുള്ള സിയാനെ കൊണ്ടും അവൾ തനിക്ക് വേണ്ടി അവന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ഒരു ഡോണറിനെ തപ്പിപ്പിടിപ്പിക്കുന്നു. തുടർന്ന് സിയാനെയും പ്രൊഫസറിനെയും അവർക്ക് ഇവളോടുള്ള താല്പര്യത്തെയും സ്നേഹത്തെയും മുതലെടുത്ത് അവളായിരിക്കത്തില്ല അവര് പോലും അറിയാതെ അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് അവരെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിച്ചത്. അങ്ങനെയും ആകാൻ ചാൻസ് ഇല്ലെന്ന് റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യത്തെ പറ്റി ഒരു 1001 രീതിയിലും ഇമാജിൻ ചെയ്യാലോ. പക്ഷെ സത്യം എന്നത് ഒന്നല്ലേ ഉള്ളൂ. എനിക്കറിയാവുന്ന സത്യം ഇതാണ്, അത് ഞാൻ എഴുതിയെന്ന് മാക്കോ പറയുന്നു. അവൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആനിനെയാണ്. സത്യത്തിൽ ആദ്യം നമ്മൾ കണ്ടതാണോ സത്യം, അതോ അവസാനം ഈ റിപ്പോർട്ടർ അവരുടെ ഗസ്സായി പറഞ്ഞ ആ ഒരു ട്വിസ്റ്റ് ആയിരിക്കുമോ സത്യം എന്നതിപ്പോഴും ഒരു ദുരൂഹതയായി കിടക്കുന്നു. എന്തായാലും നമുക്ക് മറ്റൊരാളോടുള്ള ഇഷ്ടത്തെയും വിശ്വാസത്തെയും മുതലെടുത്ത് അവർക്ക് നമ്മളെ കൊണ്ട് എന്തും ഏതും ചെയ്യിപ്പിക്കാം എന്ന ലെവലിലേക്ക് പോവാതിരിക്കുക എന്നതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് ഏതൊരു റിലേഷനിലാണെങ്കിലും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.